തൃശൂരിലുണ്ടായ വെടിക്കെട്ട് ദുരന്തം ഞെട്ടിക്കുന്നത് കൊല്ലം പുറ്റിങ്ങൽ നിവാസികളെ കൂടിയാണ്. 110 പേരുടെ ജീവനെടുത്ത പുറ്റിങ്ങൽ ക്ഷേത്രത്തിലെ വെടിക്കെട്ട് ദുരന്തം നടന്നിട്ട് 10 വർഷം. സ്ഫോടന കേസിന്റെ വിചാരണ നടപടികൾ കോടതിയിൽ പുരോഗമിക്കവെയാണ് മറ്റൊരു ദുരന്തത്തിനു കൂടി സംസ്ഥാനം സാക്ഷ്യം വഹിക്കേണ്ടി വന്നത്. ഇതുപോലൊരു ഏപ്രിൽ മാസം പുറ്റിങ്ങൽ നിവാസികളുടെ സന്തോഷവും ആർപ്പുവിളിയും കണ്ണീരും നിലവിളിയുമായി മാറിയത് നിമിഷ നേരം കൊണ്ട്. പുറ്റിങ്ങൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ 10-ാം തീയതി നടത്തിയ മത്സര വെടിക്കെട്ടാണ് സംസ്ഥാനത്ത് നടുക്കിയ വലിയ ദുരന്തത്തിന് വഴിവെച്ചത്. എതിർപ്പുകൾ വകവയ്ക്കാതെ നടത്തിയ വെടിക്കെട്ടെടുത്തത് 110 പേരുടെ ജീവൻ. 656 പേർക്ക് പരിക്കേറ്റ ദുരന്തത്തിൽ 358 വീടുകൾക്ക് നാശനഷ്ടങ്ങളുണ്ടായി. 3 കോടിയോളം രൂപയുടെ നാശമുണ്ടായെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. ഉത്സവ സമയത്ത് ക്ഷേത്രം ഭാരവാഹികൾ ഉൾപ്പെടെ 59 പ്രതികളുള്ള കേസിലെ 15 പേർ ഇതിനോടകം മരിച്ചു. 44 പ്രതികൾക്കെതിരെ കൊലക്കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. കേസിലാകെ 1417 സാക്ഷികളും 1611 രേഖകളും 376 തൊണ്ടിമുതലുകളുമാണ് തെളിവായി കോടതിയിൽ ഹാജരാക്കിയത്. 2 പ്രാദേശിക വെടിക്കെട്ട് സംഘങ്ങൾ തമ്മിൽ നടത്തിയ മത്സരമാണ് പുറ്റിങ്ങലിൽ ദുരന്തത്തിന് കാരണമായത്. മത്സരക്കമ്പമുള്ള വെടിക്കെട്ടിന് ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിരുന്നില്ല. എന്നാൽ ആചാരമാണെന്ന് വ്യക്തമാക്കി ക്ഷേത്രം അധികൃതർ വെടിക്കെട്ട് നടത്താൻ തീരുമാനിച്ചതാണ് ദുരന്തത്തിൽ കലാശിച്ചത്. 60 വർഷം മുൻപും പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ വെടിക്കെട്ട് ദുരന്തം നടന്നിരുന്നു. വെടിക്കെട്ട് ദുരന്ത കേസിന്റെ വിചാരണ കൊല്ലത്തെ പ്രത്യേക കോടതിയിൽ പുരോഗമിക്കുകയാണ്. നിയമവിരുദ്ധമായി വെടിക്കെട്ട് മത്സരം നടത്തിയെന്ന മറ്റൊരു കേസും നടക്കുന്നുണ്ട്. മീഡിയ 1 കൊല്ലം.